നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. മൊത്തം എന്ത് പൊടിയായിരുന്നു നോടി. എത്ര നല്ല വീടാടി ചക്കപ്പോത്ത ഇത്. നിനക്ക് വല്ലപ്പോഴെങ്കിലും വന്ന് താമസിക്കാൻ പാടില്ലായിരുന്നു. ഈ ലൈറ്റ്സ് ഒക്കെ പുതിയതാ. പിന്നെ മൊത്തം വാഷ് ചെയ്ത് പെയിന്റ് അടിച്ച കർട്ടൻസ് ഒക്കെ മാറ്റി. പെട്ടെന്നാണ് കിരണിന്റെ പുറകിലൂടെ കാവ്യ ഓടി വന്ന് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചത്. ഒട്ടും പ്രതീക്ഷിക്കാത്തതായതുകൊണ്ടും കാവ്യ ശക്തിയിൽ വന്ന് ഇടിച്ചുകൊണ്ടും കിരൺ പെട്ടെന്ന് മുന്നിലേക്ക് ആഞ്ഞുപോയി. തന്റെ പുറകിൽ നിന്ന് ചുറ്റി വരിഞ്ഞവളുടെ ഏങ്ങലടി ചീളുകൾ ചുമരുകളിൽ തട്ടി പ്രതിധ്വനിക്കുമ്പോൾ അവന് തോന്നി. തന്റെ വയറിൽ മുറുകിയവളുടെ കൈകൾ കഷ്ടപ്പെട്ട് വിടുവിച്ചുകൊണ്ട് കിരൺ അവളെ മുന്നിലേക്ക് പിടിച്ചിട്ട് വരിഞ്ഞു മുറുക്കി. കരഞ്ഞു പിഴിഞ്ഞെന്റെ ഫസ്റ്റ് നൈറ്റ് എങ്ങാനും കൊളാക്കിയാലേ നിന്നെ ആ കൊല്ലും പുല്ലേ. കാവ്യയുടെ തലയിലൂടെ തഴുകുന്നതിനിടയിലും കിരൺ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ എന്തു പുണ്യാടാ ചെയ്ത് നിന്നെ എനിക്ക് ഇത്ര പെട്ടെന്ന് കിട്ടാൻ മാത്രം. കാവ്യ, നീ ശരിക്കും ഈ പറഞ്ഞു തന്നെയാണോടി പറഞ്ഞ്, അല്ലാതെ ഞാനെന്ത് പാപാണ് ചെയ്തെന്നല്ലോ അല്ലേ? അത് കേട്ട് കാവ്യവന്റെ നെഞ്ചിൽ കൈമുറുക്കി ഇടിച്ചു. ഓടാ പട്ടി, ഞാനൊന്ന് കരഞ്ഞോട്ടിടാ പ്ലീസ്. അടി അടി വായിലിട്ട് കൊട്ടും ഞാൻ. ബാബുദനി ചക്കപ്പോത്ത്. അവനവിടെ കവളിനെ കുത്തിപ്പിടിച്ച് ചുണ്ടിൽ മെല്ലെ അടിച്ചു വിതുമ്പിക്കൊണ്ട് അവളവനെ നോക്കി നിന്നു. ഞാനൊരു അനാഥയാ കിരൺ. നിന്നെ നേടാനുള്ള ഒരു യോഗ്യത എനിക്കില്ലടാ. കൊതിയോടെ ഓടിക്കയറി വന്ന് താമസിക്കാൻ മാത്രം എന്നെ കാത്ത് ഇവിടെ ആരാടാ ഉള്ളത്? ഉള്ളവരൊക്കെ പോയില്ലേ? പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയാതെ അവൾ കരഞ്ഞു. കരയട്ടേന്ന് അവനും കരുതി. മനസ്സിലടിഞ്ഞുകൂടിയ മാറാലയും പൊടിയുമൊക്കെ കഴുകിക്കളഞ്ഞ് തെളിനീർ തടാകം പോലെ ശുദ്ധമാക്കാൻ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ദുഃഖങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. അതെല്ലാം കഴിയുമ്പോൾ ദൈവം നമുക്കായി വലിയൊരു സന്തോഷം കൈവളയിൽ വെച്ചങ്ങ് തരും. ഇരട്ടി മധുരം പോലെ നമ്മളെല്ലാം മറന്ന് ജീവിച്ചു തുടങ്ങും. മറക്കാനും പൊറുക്കാനും ക്ഷമിക്കാനെല്ലാം പഠിപ്പിച്ചിട്ട് തന്നെയാണോ പടച്ചുവിട്ടവൻ നമ്മൾ ഈ ദുനിയാവിലേക്ക് അയച്ചത്? അങ്ങനെയൊന്നും കരുതണ്ട. ഇപ്പോൾ പലപ്പോഴും നിന്നെക്കുറിച്ച് നീ ചിന്തിക്കുന്നതിനേക്കാൾ അതിമനോഹരമാണ് പെണ്ണെ നീ. ഈ കിരണിന്റെ മാത്രം കാവ്യ. അവന്റെ സ്വരം പതിയെ കാതിൽ കേട്ടതും അവൾ മുഖമുയർത്തി അവന്റെ ചുണ്ടിലമർത്തി മുത്തി. എടുത്തോ, നീ ചെയ്തതിനൊക്കെ പകരം നൽകാൻ ഈ എന്നെ മാത്രമേ ഉള്ളൂ. നീ എന്നെ എടുത്തോ കിരൺ. അവന് നെഞ്ചിലേക്ക് പതുങ്ങിക്കൂടി അവൾ പതിയെ പറഞ്ഞതും അവനവളെ മുറുകെ പിണർന്നു. കാവ്യ, ഒരു കാര്യം പറഞ്ഞോട്ടെ. പരസ്പരം കലർപ്പില്ലാത്ത സ്നേഹബന്ധങ്ങൾക്കിടയിൽ ഒരിക്കലും ഒരു നന്ദി പറച്ചിൽ പാടില്ല പെണ്ണേ. അങ്ങനെയാണെങ്കിൽ എൻ്റെ അവനോട് ഞാൻ എന്നും നന്ദി പറയേണ്ടി വന്നേനെ. അവനെനിക്ക് ചെയ്തു തന്നതിനൊക്കെയും ഞാൻ ഒരിക്കൽ പോലും അവനോട് നന്ദി പറയേണ്ടില്ല. എന്തിന് പിടിച്ചു നിർത്തി എന്തിനാണോ നീ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. ഇതുവരെയില്ല, ഇനി ഉണ്ടാവുകയില്ല. അതായിരിക്കണം യഥാർത്ഥ ആത്മബന്ധം. ഞാൻ നിനക്ക് വേണ്ടി അങ്ങനെ ചെയ്തില്ലേ, അത് ചെയ്തില്ലേ, നീ എനിക്ക് വേണ്ടി ഇത് ചെയ്തില്ലേ? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്നേഹബന്ധങ്ങൾക്കിടയിൽ പാടില്ല കാവ്യ. സോ ഇനിയൊരു നന്ദി പറച്ചിൽ എന്നോട് പാടില്ല. എനിക്ക് എൻ്റെ ആ പഴയ കുറുമ്പി ചക്കപ്പോത്തിനെയാ വേണ്ടത്. അവൻ പറഞ്ഞു തീർന്നതും അവൾ അവനെ നെഞ്ചിൽ കിടന്നൊന്ന് പുഞ്ചിരിച്ചു. അതല്ലട പൊട്ട, ഞാൻ പറഞ്ഞ് എന്നെ അങ്ങ് എടുത്തോളാൻ ആ ഉപദേശിക്കാൻ വന്നിക്കുക കള്ള ജാസൂസ്. നീ കുഞ്ഞിക്കിളി, നീ കിരണിനെ കാണാൻ പോകുന്നേ ഉള്ളൂ. മോള് കരയും. കിരൺ ഒരു ചിരിയോടെ പറഞ്ഞു. ആ കരച്ചിലേക്ക് കൊല്ലും ഞാൻ. കാവ്യയും കുറുമ്പോടെ പറഞ്ഞു. ആഹാ, അങ്ങനെയാണോ? എന്നാലേ പെട്ടെന്ന് പോയി ഫ്രഷായി ചേട്ടനൊരു ഗ്ലാസ് പോലെയായിട്ട് ഓടി വാ. ഫ്രിഡ്ജിൽ മിൽമാപ്പാൽ കാണും. ചടങ്ങുകളൊന്നും തെറ്റിക്കണ്ട. വേഗം പോയിട്ട് വാ. പിന്നെ റൂമിൽ നിനക്കിടാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഈ കിരണേട്ടൻ നേരത്തെ സെറ്റ് ചെയ്താ. പിന്നെ ഇവിടെ ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നും ഇട്ടില്ലേലും എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടാ. കാവ്യൊന്ന് ചിരിച്ച് ഇരുവരും ഫ്രഷ് ആവാനായി 2 മുറികളിലേക്ക് പോയി. വീണ്ടും മുന്നറിയിപ്പ്. കഥയിലെ ഇനിയുള്ള ചില ഭാഗങ്ങൾ റൊമാൻസ് ആണ്. താല്പര്യമില്ലാത്തവർ ദയവായി സ്കിപ്പ് ചെയ്യുക. ഉണ്ണിയേട്ടാ. റൂമിൽ കയറിയപാടെ ഡോർ കാലുകൊണ്ട് ചവിട്ടി അടച്ച് അവളെ വലിച്ച് ചുമരോട് ചേർത്ത് നിർത്തി. ചുണ്ടിനെ മൊത്തമായി പൊതിഞ്ഞവന്റെ ചുണ്ടുകളിൽ നിന്നും ഒരു വിധത്തിൽ അവൾ കുതറി മാറി. ഉയർന്ന ശ്വാസഗതിയോടെ വീണ്ടും അടുത്തേക്ക് വരുന്നവനെ അവൾ നെഞ്ചിൽ കൈവച്ച് തടഞ്ഞു. എന്താ നിനക്ക്? ഞാൻ വേറൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ നില? ശ്വാസം മുട്ടുന്നുണ്ണിയേട്ടാ. ആഞ്ഞ് ശ്വാസം എടുത്തുകൊണ്ട് അവൾ പറയുമ്പോഴും അവൾ വീണ്ടും വലിച്ചെടുത്ത് അവനെ നെഞ്ചിലേക്കിട്ട് അവളെയും കൊണ്ട് കട്ടിലേക്ക് വീണിരുന്ന ജാൻ 1-2 വട്ടം ബെഡിൽ അവളെയും കൊണ്ട് ഉരുണ്ട ശേഷം അവളെ തനിക്കടിയിലാക്കി അവൾക്ക് മുകളിൽ ഇരുവശങ്ങളിലും കയ്യൂന്നി ഉയർന്നുകൊണ്ട് അവളെ നോക്കിയവൻ. അവന്റെ നോട്ടം താങ്ങാനാവാതെ അവൾ മുഖം തിരിച്ചു. അങ്ങനെ എത്ര നേരം അവനിൽ നിന്നും മുഖം തിരിച്ച് കിടന്നു എന്ന് അവൾക്കറിയില്ല. അപ്പോഴും അവന്റെ നോട്ടം അവളുടെ മുഖത്ത് തന്നെയാണ്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല അവൾ.
ചെറുപുൻസിരിയോടെ അവനെന്ന് നോക്കിയ ശേഷം അവന്റെ ഷർട്ടിന്റെ കോളറിൽ ഇരു കൈകളും പിടിമുറുക്കി അവനെ തന്റെ ദേഹത്തേക്ക് വലിച്ചടുപ്പിച്ചു. തന്റെ മാറിൽ അവന്റെ നെഞ്ചമർന്നതും നോവറിഞ്ഞ നിമിഷം തന്നെ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചത് കാണേ ഒരു ചിരിയോടെ ജാൻ അവളെ ചെരിച്ച് കിടത്തി അവൻ അവളോട് ചേർന്ന് ചെരിഞ്ഞ് കിടന്നു. കണ്ണുകൾ പരസ്പരം കോർത്ത നിമിഷം അവന്റെ വിരലുകൾ അവളുടെ മുഖത്തായി മെല്ലെ തഴുകിയിറങ്ങി. ഷർട്ടിനുള്ളിലൂടെ കാണുന്ന അവന്റെ മാലയിലേക്ക് നോട്ടം തറഞ്ഞതും അവൾക്ക് തന്റെ അരയിൽ കിടന്ന ഏലസാണ് ഓർമ്മ വന്നത്. തന്നെയും തന്റെ ഉണ്ണിയേട്ടനെയും കോർത്തിണക്കിയ ഏലസ്, ജാതകദോഷത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും ഭയം കുത്തി നിറച്ച് മുകുന്ദനിൽ നിന്നും തന്നെ കാത്തു സൂക്ഷിച്ചത് ഒരുപക്ഷെ ഈ ഏലസ് തന്നെയാവണം. തന്നിൽ നിന്നും കട്ടെടുത്ത ആ ഏലസ് തന്റെ ഉണ്ണിയേട്ടൻ മാലയിൽ കോർത്ത് സ്വന്തം മാറോടണച്ച് കാത്തു സൂക്ഷിക്കുന്നു. ആ മാലയിൽ കോർത്തെടുത്ത തന്റെ ഏലസ് കാണാനെന്ന വണ്ണം അവന്റെ നെഞ്ചിലേക്ക് കൈകടത്തി അവൾ. ഷർട്ടിനുള്ളിലൂടെ ഉള്ളിലേക്ക് കൈകടത്താൻ കഴിയാത്ത വണ്ണം അവന്റെ ദേഹത്ത് മുറുകി കിടന്ന ഷർട്ടിനെയും അവനെയും അവൾ മാറി മാറി നോക്കി. ഇടത് കൈ കുത്തി അല്പം ഒന്നുയർന്ന് അവളോട് ചേർന്ന് വന്നുകൊണ്ട് തന്നെ വലത് കൈയാൽ അവൻ ഷർട്ടിന്റെ ബട്ടണുകൾ ഓരോന്നായി അഴിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ വശ്യമായി തന്നെ അവളുടെ കണ്ണുകളെ കോർത്തു വലിച്ചു. 2-3 ബട്ടണുകൾ അഴിച്ചു മാറ്റി ഷർട്ട് ഇരുവശത്തേക്കും വിടർത്തി വെച്ച ശേഷം ജാൻ അവളുടെ കൈ പിടിച്ച് പതിയെ ഉള്ളിലേക്ക് കടത്തി. എന്തു വേണമെങ്കിലും ചെയ്തോന്നില്ല. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പതിയെ പറഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് അഭിമുഖമായി കിടന്നു. ചെരിഞ്ഞു കിടന്നുകൊണ്ട് തന്നെ അവന്റെ മാലയും ഏലസും അവന്റെ ഇടത്തെ നെഞ്ചിലായി തട്ടിക്കിടന്നു. അത് ശ്രദ്ധിക്കാതെ അവൾ ആ ഏലസിനെ കൈവിരലാൽ മെല്ലെ താലോലിച്ചു. മുഖം അവന്റെ മാറിലേക്ക് അണച്ച് ചുണ്ടുകൾ കൊണ്ട് ചുംബനങ്ങൾ സമ്മാനിച്ചു. അവന്റെ ഇടത്തെ നെഞ്ചിന് തൊട്ടും തലോടിയും ചുംബിച്ചും അവനിലെ പുരുഷനെ വശം കെടുത്തുന്ന നീലാംബരി അറിയുന്നുണ്ടായിരുന്നില്ല. ഉണ്ണിയേട്ടാ, കണ്ണുകൾ മുറുക്കി അടച്ച് കിടക്കുന്നവനെ കണ്ടിട്ടാവണം സംശയത്തോടെ അവളൊന്ന് വിളിച്ചത്. അങ്ങനെ വിളിക്കലേ നില. ഐ കാൻ കൺട്രോൾ മൈസെൽഫ്. എന്തിനാ അത്? ഞാൻ ഉണ്ണിയേട്ടൻ്റെ അല്ലേ? പറയുമ്പോൾ അവിടെ സ്വരവും ഇടറി. വേണ്ടതില്ല, കണ്ണി കണ്ട റിസോർട്ടിൽ വെച്ച് നിന്നെ അറിയിച്ചു തരാനുള്ളതല്ല എന്നിലെ. പിന്നെ കെട്ടിപ്പിടിക്കണം തൊട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് തെല്ലൊരു പരിഭാവളിൽ നിറഞ്ഞു നിൽക്കും പോലെ അവന് തോന്നി. ആ നിമിഷം തന്നെ കണ്ണു തുറന്ന് അവനൊന്ന് നോക്കിയവളെ. അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ കരുതിയത്. ഒന്നും കാണാതെ ചുംബിക്കാതെ നിന്നെ ഒന്ന് തൊട്ടറിയാനെങ്കിലും ഞാൻ ഒത്തിരി കൊതിച്ചതന്നില്ല. എന്നിട്ടും നിന്റെ ഒരു ചെറു തലോടിൽ പോലും എന്നിലെ പുരുഷൻ വല്ലാതെ ഉണരുന്നില്ല. ഐ കാൺ കൺട്രോൾ മൈസെൽഫ്. ഞാൻ നിന്നെ വല്ലതൊക്കെ ചെയ്തു പോകും പെണ്ണേ. അത് പറയുമ്പോൾ രക്തം തിളച്ചു മറിയുന്ന ഒരു വികാരം അവനെ വന്ന് മൂടുന്ന പോലെ തോന്നി. പക്ഷെ അവന്റെ ആ നിസ്സായ ഭാവത്തിൽ അവളുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന കുറുമ്പ് പതിയെ പത്തിയെടുത്ത്. ഓ, അപ്പൊ ഇയാള് കണ്ട കീനാശ്ശേരി ഇങ്ങനെ അല്ലല്ലേ? പെണ്ണിന്റെ ചോദ്യത്തിൽ ചെക്കനൊന്ന് പതറി. അവനൊന്ന് ചിരിച്ചുപോയി. നിന്റെ ബെഡ്റൂം അവിടെ വെച്ചാവണം നിന്നെ ഞാൻ പൂർണ്ണമായിട്ടും അറിയുന്നത്. പിന്നെ എൻ്റെ ബെഡ്റൂം അതൊക്കെ കഴിഞ്ഞു മതി. കണ്ണിൽ കണ്ട റിസോർട്ടും ഹോട്ടൽ റൂമൊക്കെ. അയ്യേ, അപ്പൊ ഇയാൾക്ക് ഒട്ടും കൺട്രോൾ ഇല്ല അല്ലേ? മോശമായി പോയി. ഇതിലും ഭേദം ഞാനാ. എന്നിട്ടാ അന്ന് വലിയ വലിയ വെല്ലുവിളികളൊക്കെ നടത്തിയത്. കൺട്രോൾ പോയി സമ്മതിക്ക്. വേഗം സമ്മതിക്കുമോനെ ജാനെ. പെണ്ണിന് വിടാനുള്ള ഭാവമില്ല. ജാൻ കണ്ണുകളൊന്ന് മുറുക്കി അടച്ചൊരു ദീർഘശ്വാസം എടുത്തു. നീ എന്നെ നന്നാവാൻ സമ്മതിക്കില്ല അല്ലേ? യു വിൽ ബെഗ് മീ. ഞാനൊന്ന് അറിഞ്ഞു വല്ലതും ചെയ്താലുണ്ടല്ലോ പെണ്ണേ, പിന്നെ നീ അത് കംപ്ലീറ്റ് ആക്കാൻ എൻ്റെ മുമ്പിൽ കിടന്ന് കെഞ്ചു. സോ ഡോണ്ട് പ്ലേ വിത്ത് മീ. പിന്നെ വീണെടുത്തിരുന്ന് ഉരുളണ്ട. അത് ഞാൻ നേരത്തെ കണ്ടതാ. ഞാനൊന്ന് തൊട്ട കൺട്രോൾ പോകുന്നു ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ. ഞാനെൻ്റെ ഏലസിലൊന്ന് തൊട്ടപ്പോൾ ഇയാളുടെ കൺട്രോൾ പോയത് ഞാൻ നേരിട്ട് കണ്ടതാ. ഈ ഏലസ് കാരണം എനിക്ക് എൻ്റെ ഉണ്ണിയേട്ടൻ കിട്ടിയെന്നൊക്കെ ഓർത്ത് സെൻറ്റ് അടിച്ചാ ഞാൻ അന്നേരം അങ്ങനെയൊക്കെ ചെയ്തു. അല്ലാതെ എന്താടി? ഏലസ് എന്നും പറഞ്ഞ് നീ തൊട്ടതും ചുണ്ടിയർത്തൊക്കെ എവിടെയാ? പള്ളിയടിച്ചുകൊണ്ട് അവനോടെ കൈവലിച്ചെടുത്ത് അവൻ്റെ ഇടത്തെ നെഞ്ചിൽ മുട്ടിച്ചു. അയ്യോ ഉണ്ണിയേട്ടൻ, ഞാൻ അങ്ങനെയൊന്നും മനഃപൂർവ്വം കൺട്രോൾ കളിക്കാൻ നോക്കിയൊന്നും അല്ല, സത്യമായിട്ടും. അതെന്താടി, പെണ്ണിന് മാത്രമേ അവിടെ തൊട്ട വികാരം വരുള്ളൂ? ആണിൻ്റെ എന്താ കല്ലാണോ? കാണിച്ചിരട്ടെ എനിക്ക് കൺട്രോൾ പോയത് എങ്ങനെയാന്ന്. കാണിച്ചിരട്ടേടി. നീലാംബരി ഉമിനീരിറക്കിപ്പോയി. പത്തിയെടുത്ത കുറുമ്പൊക്കെ എങ്ങോ പറന്നുപോയി. ഒരു നിമിഷം അവളിൽ മിന്നിമറയുന്ന ഭാവങ്ങളെ നോക്കിയ ശേഷം ഇടുപ്പിലൂടെ അവന്റെ കൈകൾ ടോപ്പിനിടയിലൂടെ അവളുടെ മാറിലേക്ക് നുഴഞ്ഞു കയറി. കാണിച്ചിരട്ടെ. അവന്റെ സ്വരം നേർത്തു.
വേണ്ട ഉണ്ണിയേട്ടാ. അവളുടെ മാറിന് മുകളിൽ ഇഴഞ്ഞു കയറി അവന്റെ കൈ ഇന്നറിന് പുറത്തുകൂടി അവളെ പിടിമുറുക്കിയ ശേഷം തള്ളവിരൽ പതിയെ അവിടെ ചുഴറ്റിക്കൊണ്ടിരുന്നു. ഉണ്ണിയേട്ടാ പറ, കൺട്രോൾ പോയിന്ന് പറ. ഇല്ലല്ലേ, കൈ കൊണ്ടായിരിക്കില്ല ഞാനിങ്ങനെ ചെയ്യാം. മോള് കിടന്ന് പെടക്കും. വേഗം പറഞ്ഞു. നീലാംബരി ബെഡിൽ കിടന്ന് പുളഞ്ഞു. അവൾ ഒരു പിടപ്പോടെ അവനെ ചുറ്റിപ്പിടിച്ചു. വിറക്കുന്ന കീഴ്ച്ചുണ്ടിനെ അവൾ ശക്തിയിൽ കടിച്ചു പിടിച്ചു. ആ കാഴ്ചയിൽ ജാനൊന്ന് വിറച്ചു. അവളുടെ ഞെരുക്കങ്ങൾ അവനിൽ ആവേശം ഉളവാക്കി. നീല ഏങ്ങി പിടിച്ച് അവന്റെ ഷർട്ടിന് പുറകിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ബെഡിൽ കാൽവിരൽ കുത്തി ഉയർന്നു പൊങ്ങി അവന്റെ കഴുത്തിലായി പല്ലുകൾ അഴുത്തിയൊന്ന് നുണഞ്ഞു അവൾ. ഉണ്ണിയേട്ടാ മതി. ഏയ് നീല, കൺട്രോൾ പോയി നീ ഇപ്പൊ പറയല്ലേ പെണ്ണേ. ഐ നീഡ് ടു ഡു ദിസ് ഫോർ എ വൈൽ. റൂമിലേക്ക് ഒരു ഗ്ലാസ് പാലുമായി വന്നാണ് കാവ്യ. നോക്കുമ്പോൾ കണ്ടു ജനൽപ്പടിയിൽ പിടിച്ചുകൊണ്ട് വലതുകാൽ ഇടതുകാലിനപ്പുറം ക്രോസ് ചെയ്ത് അതീവ ഗൗരവത്തോടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന കിരണിനെ. ജനലടഞ്ഞെടുക്കുകയാണല്ലോ. പിന്നെ അവനെവിടെയായി നോക്കുന്നേ? ഇനി വല്ല പല്ലിയോ പാറ്റിയോ പഴുതാരി എങ്ങാനും? ഏയ്. കാവ്യ കിരണിനെ സൂക്ഷിച്ചു നോക്കി. ഫാനിന്റെ കാറ്റടിച്ച് പറന്ന മുഖത്തേക്ക് വീഴുന്ന കേട്ടൻ കൈകൊണ്ട് തട്ടിക്കളഞ്ഞ ശേഷം വീണ്ടും അതുപോലെ നിൽക്കുന്ന കിരണിനെ നോക്കി കാവ്യ ചിരിച്ചുപോയി. ഓ, അപ്പാള് ഭർത്താവ് വിളിക്കാണ്. കിരൺ, ദേ പാല്. ആ, ആള് വെച്ചേക്കും. പിന്നെ ഞാൻ പാല് കുടിക്കാറില്ല, ഇയാൾ കുടിച്ചോളൂ. ശബ്ദത്തിൽ പോലും വല്ലാത്ത ഗൗരവം. അതല്ല, അഹങ്കാരം എന്ന് വേണം പറയാൻ. ആ, എങ്കിലങ്ങനെ ആവട്ടെ. അതും പറഞ്ഞ് കാവ്യ കയ്യിൽ കരുതിയ പാൽ ഗ്ലാസ് ചുണ്ടോടിയേർത്ത് കുടിച്ചു തുടങ്ങിയതും കിരൺ ഓടിപ്പിടഞ്ഞു വന്നു. ദേ കാവ്യ, നിനക്കെന്താടി എന്നെ നിർബന്ധിച്ചാല്? ഞാൻ നിന്റെ കെട്ടിയോനല്ലേടി. അത് കൊള്ളാം, ഇയാൾ പാൽ കുടിക്കാറില്ലെന്നല്ലേ പറഞ്ഞ്? ഞാൻ മുഴുവനും കുടിച്ചിട്ടൊന്നുമില്ല. ദാ ബാക്കി കുടിച്ചോ. അവൾ ബാക്കി വന്ന പാൽ ഗ്ലാസ് അവന് നേരെ നീട്ടി. നശിപ്പിച്ച്. ഞാൻ കുടിച്ചതിന്റെ ബാക്കിയാ നീ കുടിക്കേണ്ടത്, അല്ലാണ്ട് നീ കുടിച്ചതിന്റെ ബാക്കിയല്ല ഞാൻ കുടിക്കേണ്ടത്. കാവ്യ നീട്ടിയ ഗ്ലാസ്സിലേക്ക് നോക്കിയ ശേഷം കിരൺ ചുണ്ടൂർപ്പിച്ച് പറഞ്ഞു. ദേ കിരണേ, വേണേ കുടിക്ക്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ കിടക്കാൻ പോവാ. അവൾ ഗ്ലാസ് മേശമേൽ വെച്ചൊരു കള്ളച്ചിരിയോടെ കട്ടിൽ കയറി തിരിഞ്ഞിടന്നു. എന്റെ കർത്താവേ, എന്റെ ദേവിയെ, എന്നെ ചിരിപ്പിക്കല്ലേ. പുറകിൽ പ്ലിങ്ങടിച്ച് നിൽക്കുന്ന കിരണിനെ ഓർത്ത് അവൾ ബെഡ്ഷീറ്റിൽ മുഖമർത്തി ചിരി അടക്കി പിടിച്ച് മനസ്സിൽ പറഞ്ഞുപോയി. ആ നിമിഷം തന്നെ കാവ്യ കട്ടിലിൽ നിന്ന് ഉയർന്നു പൊങ്ങിയിരുന്നു. അങ്ങനെ ഇപ്പൊ എന്റെ ഉറക്കം കളഞ്ഞിട്ട് മൂടിപ്പോച്ച് നീ കിടക്കണ്ട, കേടോടി കുഞ്ഞിക്കിളി. ഈ കിരൺ, അയ്യോ താഴെ ഇറക്കട, എനിക്ക് വെയിറ്റ് കൂടുതലാ. നിന്റെ നടു വെട്ടും, പിന്നെ ഫസ്റ്റ് നൈറ്റ് ലാസ്റ്റ് നൈറ്റ് ആവും, നോയിക്കോ. നീ ഗ്രാൻഡ്മയ്ക്ക് പഠിക്കാനോടി? ബെഡിൽ കയറിന്ന് കാവ്യ ഇരുകയാൽ കോരിയെടുത്ത് കറക്കിയ ശേഷം അവളെ കട്ടിലേക്ക് തിരികെ ഇട്ടുകൊണ്ട് അവൾക്ക് മുകളിലേക്ക് അമർന്നു അവൻ. ആ നിമിഷം തന്നെ ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. അവളും ചുണ്ടിലേക്ക് നോക്കി. അവനൊന്ന് ചിരിച്ചു. പേടിയുണ്ടോ? അവൻ ആർദ്രമായി ചോദിച്ചു. എനിക്കില്ല, നിനക്കുണ്ടോ? പെണ്ണിന്റെ മറുപടിയായിട്ട് കിരണിന്റെ കണ്ണ് തുറിച്ചു. നശിപ്പിച്ച് പുല്ല് ഉണ്ടെന്ന് പറയടി. ഉണ്ടെന്ന് പറഞ്ഞ കാവ്യക്ക് സംശയമാണ്. അപ്പൊ ഞാൻ പറയും, പേടിക്കണ്ട, എന്റെ കാവ്യ കൊച്ചിന്റെ പേടി കിരണേട്ടം മാറ്റിത്തരുന്നു. അൺറൊമാൻറ്റിക് മൂരാച്ചി. അവന്റെ മറുപടിയായിട്ട് കാവ്യ പതിയെ ചിരിച്ചു. കിരണിന്റെ മുഖത്ത് വീണ്ടും ഒരു പ്രണയം നിറഞ്ഞു. ഞാൻ വേദനിപ്പിക്കട്ടെ പെണ്ണെ നിന്നെ? ഈശ്വര, അടുത്ത ചോദ്യം. എന്താ ഇതിന് മറുപടി പറയാ? ആ, വേദനിപ്പിക്കാൻ പറയാം. ഓർത്തിട്ട് കാവ്യക്ക് തലപ്രാന്ത് പിടിച്ചു. വേദനിപ്പിച്ചോ, എത്ര വേണമെങ്കിലും വേദനിപ്പിച്ചോ. ഓ, നാശം പിടിക്കണ്ടാർക്ക് വേണ്ടാന്ന് പറയടി. അപ്പോഴല്ലേ എനിക്ക് നിന്നെ വേദനിപ്പിക്കാൻ തോന്നുന്ന പെണ്ണേ. വേണ്ടാന്നേ പറയാൻ പറ്റൂ. കിരൺ കിടന്ന് അലറുവാണ്. ആ, എന്നാ നീ ഒരു കാര്യം ചെയ്യും, ആ ചോദ്യങ്ങൾ മുഴുവൻ എഴുതിത്താ, ഞാൻ പഠിച്ചിട്ട് മറുപടി പറയാം. അല്ല പിന്നെ. കാവ്യക്ക് ദേഷ്യം വന്നു തുടങ്ങി. അത് കണ്ട കിരണിന്റെ മുഖം കൂർത്തു. അവന്റെ മുഖത്ത് ആകെ ഒരു പരിഭവം വന്ന് നിറയുന്ന കാണെ അവൾക്ക് അവനോട് അലിവ് തോന്നി. അവൾ അവന്റെ ഇരുകവളിലും പിടിമുറുക്കി കോർപ്പിച്ച വെച്ച് അവന്റെ ചുണ്ടിനെ പതിയെ നുണഞ്ഞെടുത്തു. ഞാൻ ആദ്യം ചെയ്യാൻ കാവ്യ. ഇറങ്ങി പോടാ, പോ, എനിക്ക് നിന്റെ കൂടെ കിടക്കണ്ട. ഓ എന്റെ ദൈവമേ, നേരത്തെ ഞാൻ പറഞ്ഞൊക്കെ ഞാനെനിക്ക് തിരിച്ചെടുക്കുക. വേറെ ആർക്കും കൊടുക്കുക, എനിക്ക് തന്നെ ഈ ഐറ്റത്തിന് തന്നല്ലോ നീ. എഴുന്നേറ്റ് പോകാനൊരുങ്ങിയവളെ കിരൺ വീണ്ടും കുറുമ്പോടെ കെട്ടിപ്പിടിച്ചു. അവളെ കട്ടിലേക്ക് പിടിച്ചിടത്തി അവൾക്ക് മുകളിലായി കിടന്നുകൊണ്ട് കണ്ണിൽ പ്രണയം നിറച്ച് വശ്യമായി അവളുടെ കണ്ണിലേക്ക് നോക്കി. എനിക്ക് ചിരി വരുന്നു കിരൺ, ഇങ്ങനെ നോക്കല്ലേ. സത്യം എനിക്ക് ചിരി വരുന്നു കേട്ടോ, നോക്കല്ലേ. അവന്റെ ആ ഭാവം കണ്ട് കാവ്യ കട്ടിൽ കിടന്ന് നാട്ടപടലം ചിരിച്ചള്ളി. പെട്ടെന്നാണ് അവളെ പിടിച്ചുയർത്തി അവൾ ധരിച്ചിരുന്ന ടീഷർട്ട് അവൻ വലിച്ചൂരി നിലത്തേക്ക് എറിഞ്ഞത്. കാവ്യയുടെ വാർദ്ധക്യം പോലും അവന്റെ ആ പ്രവൃത്തിയിൽ പകച്ചുപോയി. കിരൺ, എന്താടി കിരൺ? ചിരിക്കടി, ചിരിക്ക്, ചേട്ടൻ കാണട്ടെ. ചിരിക്ക്, നല്ലപോലെ എനിക്ക്. മാറി മുറുകെ പിടിച്ചിരുന്ന അവളുടെ കൈകൾ പിടിച്ച് ഇരുവശത്തേക്കും വിടർത്തി ആണിയടിച്ച പോലെ തറച്ചു പിടിച്ചു അവൻ. കാവ്യ കണ്ണുകൾ മുറുക്കി അടച്ചുപോയി. അവന്റെ ശ്വാസം കഴുത്തിൽ പതിഞ്ഞറിഞ്ഞ നിമിഷം കാവ്യൊന്ന് വിറച്ചുപോയി. കിരൺ, വേണ്ടടാ.
നീ പറഞ്ഞ പോലെ നമുക്ക് ഈ കളി ഒന്നുകൂടെ കളിക്കടാ പ്ലീസ്. കാവ്യം ഇറങ്ങിക്കൊണ്ട് വല്ലവിധനെയും പറഞ്ഞൊപ്പിച്ചു. അയ്യോ വേണ്ട മോളെ, ഇനിയിപ്പോ ക്വസ്റ്റ്യൻ തയ്യാറാക്കണം, അതിന്റെ ആൻസർ നീ കാണാതെ പഠിക്കണം. എല്ലാം മെനക്കെട്ട പണിയാ. ഇതാ നല്ലത്. വേണ്ടടാ. വേണണ്ടാ. കാറ്റുപോലെ പറഞ്ഞുകൊണ്ട് കിരൺ അവിടെ കീഴ്ചുണ്ടിന്റെ മേലെ കവർന്നെടുത്ത് പതിയെ നുണഞ്ഞു തുടങ്ങി. കീഴ്ചുണ്ടിൽ നിന്ന് മേൽചുണ്ടിലേക്കും ഇടക്കിരി ചുണ്ടുകൾ ഒരുമിച്ച് അവൻ മാറി മാറി നുണഞ്ഞു. കാവ്യയുടെ കൈകൾ അവനെ ചുറ്റി വരിഞ്ഞു. ചുണ്ടുകളും നാവും പരസ്പരം ഇണചേർന്നു. നാവിനെ നാവാൽ കോർത്തെടുത്ത് ചുഴറ്റി വലിക്കുന്നവനെ കണ്ണുകൾ തുറന്ന് നോക്കിയ നിമിഷം കണ്ണുകൾ അടച്ചു പിടിച്ച് തന്നെ ചുംബിക്കുന്നവനെ കാണെ കാവ്യയുടെ ശരീരം ചൂട് പിടിക്കാൻ തുടങ്ങി. അവന്റെ നാവും ചുണ്ട് അവിടെ കഴുത്തിലൂടെ ഇഴഞ്ഞു നീങ്ങിയ നിമിഷം അവളിൽ നിന്ന് ചെറു സീൽക്കാരങ്ങൾ ഉയർന്നു. കിരൺ ഒന്ന് മൂളിക്കൊണ്ട് അവിടെ കഴുത്തിൽ നിന്ന് അവന്റെ മുഖം പതിയെ പാത തേടി അലഞ്ഞു. ഇരുവരുടെയും നിശ്വാസങ്ങൾ ആ റൂമിലാകെ ഉയർന്നു കേട്ടു. അവിടെ നാവിൽ നിന്ന് ഉതിരുന്ന പുലമ്പലുകൾ അവനിൽ ആവേശമുണർത്തി. അവന്റെ കൈകളാൽ നഗ്നയാക്കപ്പെട്ട പെണ്ണുടൽ അവന്റെ ചുമ്മന ചൂടിലും ഉമിനീരിലും കുതിർന്ന് പിടഞ്ഞു. അവളുടെ മാറിടങ്ങളെ തഴുകിയും തലോടിയും ചുംബിച്ചും നുണഞ്ഞും അവളെ അവൻ വിവശയാക്കിക്കൊണ്ടിരുന്നു. നാഭി ചുണ്ടുകൾ അമർത്തിയും നാവിനാൽ കളം വരച്ചും അവന്റെ ചുണ്ടുകൾ പലകുറി വീണ്ടും താഴേക്ക് സഞ്ചരിച്ചു. ആ നിമിഷം അത്രയും അവളുടെ നാവുകൾ അവന്റെ പേര് ചൊല്ലി കുറുകിക്കൊണ്ടിരുന്നു. അവൻ പകർന്നു നൽകുന്ന അനുഭൂതിയുടെ ആലസ്യത്തിൽ കിടക്കവേ പെട്ടെന്നാണ് ആരൊരാൾ റൂമിൽ നിന്നും ബാത്റൂമിലേക്ക് ഓടിക്കയറുന്നത് കാവ്യ കണ്ടത്. അവൾ വേഗം പുതപ്പൊരു താഴേക്ക് നോക്കി. ഇല്ല, കിരൺ അവിടെ ഇല്ല. അയ്യോ കിരണേ, എന്താടാ? ബെഡ്ഷീറ്റ് വാരി ചുറ്റി കാവ്യ ബാത്റൂമിലേക്ക് ഓടി. കിരൺ മുടിഞ്ഞ വാളുവെക്കലാണ്. ഒരുവിധം കിരണിനെ പിടിച്ച് അവൾ കട്ടിൽ കൊണ്ടിരുത്തി. എന്താടാ, കഴിച്ച പിടിച്ചില്ലേ? ഓ, ഇപ്പൊ കഴിച്ച പിടിച്ചു, പക്ഷെ വൈകുന്നേരം കഴിച്ച പണി തന്നു. ഓ, അണച്ചുകൊണ്ടാണ് ചെക്കൻ്റെ പറച്ചിൽ. ഓ വയ്യെങ്കിലും എന്താ, കോമഡിക്കൊരു കുറവില്ലല്ലോ. ഞാൻ കിച്ചണിൽ പോയി ജിഞ്ചർ ടീ ഇട്ടുകൊണ്ട് വരാം. ആവേശം കണ്ടപ്പോഴേ തോന്നിയതാ ഇത് ഇങ്ങനെയൊക്കെ വരുള്ളൂ എന്ന്. അമാതിരി കുത്തിമണിച്ചിലല്ലായിരുന്നോ? എടി, ഇങ്ങനെ ഒരു മത്സ്യകന്യക പോലെ വന്ന് നിന്ന് വീണ്ടും എന്റെ കൺട്രോൾ കളയാതെ ഡ്രസ് ഇടടി പട്ടി. ഒന്ന് പോടാ. ആ കാർത്തിയായിട്ടുള്ള ഐസ്ക്രീം മൊത്തം വാരിത്തുന്ന പോരാ, അവസാനം കുറെ പോർക്ക് ഫ്രൈ കൂടി. കുത്തി കയറ്റിയപ്പോഴും ഞാൻ പറഞ്ഞ വേണ്ട വേണ്ടാന്ന്. എങ്കിലും എന്റെ ഫസ്റ്റ് നൈറ്റ് കൊളായാലൂടി കാവ്യേ. ആ ആശിന്റെ പ്രാക്ക, അവന് നീ വിമാലിക്ക് പായസം കുളിപ്പിച്ചില്ലേ? അവിടെ ഇരിക്കും, ഞാൻ പോയി ടീ കൊണ്ടുവരാം. അങ്ങനെ കിരണിന്റെ ഫസ്റ്റ് നൈറ്റ് മൂഞ്ചിയായി ഗൈസ്. നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കാം. ബാ, ഫോളോ മീ. റിസോർട്ടിലെ വില്ലയുടെ ബാൽക്കണിയിൽ റെയിലിംഗിൽ ചാരിയുന്നുകൊണ്ട് ഇരുവശത്തെയും കൈ നീട്ടിവെച്ച് വലതുകാൽ പുറകിലേക്ക് മടക്കി റെയിലിംഗിൽ കുത്തി നീലാംബരിയെ നോക്കിയെന്ന് അവൾ ആവശ്യപ്പെട്ട പ്രകാരം ജാൻ പാടി. പൂർണ്ണമായും തുറന്നു കിടന്നിരുന്ന അവന്റെ വൈറ്റ് കളർ ഷർട്ട് കാലിൽ നിന്നടിക്കുന്ന കാറ്റിൽ ഇരുവശത്തേക്കും പറന്ന് നീങ്ങുമ്പോൾ അവന്റെ ദൃഢമാർന്ന ഉറച്ച ശരീരം അവൾക്ക് മുന്നിൽ വെളിവായി. ആകാശം കോറി വരയ്ക്കുന്ന മിന്നൽ പിണറുകൾ അവന്റെ പുറകിൽ തെളിഞ്ഞു മറഞ്ഞു മിന്നിമായുമ്പോൾ നീലാംബരി അവന്റെ പാട്ടിന്റെ സ്വരമാധുരിയിൽ ലയിച്ച് കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി. പാടിക്കഴിഞ്ഞതും അവൾ അവന്റെ തുറന്നു കിടന്ന ഷർട്ടിനുള്ളിലൂടെ ഇരുവശങ്ങളിലൂടെ കൈ ചുറ്റി മുറുകെ കെട്ടിപ്പുണർന്നുകൊണ്ട് നഗ്നമായ അവന്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി. നീല, സമയലവൺ കഴിഞ്ഞു, ഉറങ്ങണ്ടേ? പോയി ഫ്രഷായി വാ. ഉറങ്ങണോ? ഒരു മടിയോടെ ചിണുങ്ങിക്കൊണ്ട് അവൾ ചോദിച്ചു. വേണ്ടേ? പിന്നെ പിന്നെ ഒന്നുമില്ല, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക. കെട്ടിപ്പിടിച്ച് നിന്നാ മാത്രം മതിയോ നീല? മതി. നിനക്കുറങ്ങണ്ടെന്നുണ്ടെങ്കിലേ ഞാൻ ചുമ്മാ കിടത്തില്ല കേട്ടോ. അത് കേട്ടൊരു ചിരിയോടെ അവൾ ആ മാറിൽ മുഖം ഇട്ട് ഉരസുമ്പോൾ അവൻ മുഖം താഴ്ത്തി അവളുടെ പ്രവൃത്തി നോക്കി നിന്നു. വാ, ഫ്രഷ് ആവാം, എന്നിട്ട് കിടക്കാം. പിന്നെന്താ വേണ്ടതെന്ന് അപ്പ നോക്കാം, പോരെ? ചൂണ്ടുവിരൽ കൊണ്ട് താടിത്തുമ്പിൽ തൊട്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി കണ്ണുകൾ അവളുടെ മുഖത്തൂടെ പായിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ ആ വെള്ളാരം കണ്ണുകളിൽ കായിലെ വെള്ളം ഓളം വെട്ടുന്ന അവൾ കണ്ടു. ഒപ്പം സമ്മതമെന്നോണം അവളുടെ നീലക്കൽ മൂക്കുത്തിയൊന്ന് വെട്ടിത്തിളങ്ങി. നാണത്തോടെ തന്നെ തലയാട്ടി സമ്മതിക്കുമ്പോൾ അവനൊരു ചിരിയോടെ അവളെയും കൂട്ടി അകത്തേക്ക് കടന്നു. നീലാംബരിയെ നോയിക്കൊണ്ട് തന്നെ ഷർട്ട് അഴിച്ച് ടേബിളിലേക്ക് വെച്ച് പാനിന്റെ പോക്കറ്റിൽ നിന്ന് ഫോണും കയ്യിൽ കെട്ടിയിരിക്കുന്ന സ്മാർട്ട് വാച്ചൊക്കെ അഴിച്ച് അതേ ടേബിളിൽ വെച്ച ശേഷം പാനിൽ നിന്നും പതിയെ ബെൽറ്റ് ഊരി മാറ്റുമ്പോൾ നീല ഒരു പിടപ്പോടെ തിരിഞ്ഞു നിന്നു. അവനൊരു ചിരിയോടെ ഇരുവശത്തേക്കും തലയും നാട്ടി വാഷ്റൂമിലേക്ക് കയറി ഡോറടച്ചു. പെട്ടെന്നാണ് കോളിംഗ് ബെല്ല് മുഴങ്ങിയത്. നീല വേഗം തന്നെ പോയി വാതിൽ തുറന്നു. വല്ലാത്തൊരു വെപ്രാളത്തോടെ ശ്രീ മുന്നിൽ നിൽക്കുകയാണ്. ആ ശ്രീയമ്മ, ഞാൻ കാണാൻ വരായിരിക്കായിരുന്നു. എൻ്റെ ഡ്രസ്സൊക്കെ എവിടെ ആയിരിക്കുന്നേ? അത് മോളെ എൻ്റെ മുറിയില്ല. ഉണ്ണിക്കുട്ടൻ എവിടെ? ഉറങ്ങിയോ?
അപ്പോൾ റൂമിലേക്ക് എത്തി നോക്കിയ ഒരു പിടപ്പോടെയുള്ള ചോദ്യം. ഏയ് ഇല്ല, വാഷ്റൂമിലാ. എന്തേ ശ്രീമ വല്ലാണ്ട്? നില, മോളൊന്ന് വന്നേ. ശ്രീ അവളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. എന്താ ശ്രീമ, എന്തു പറ്റി? നീലാംബരി തെല്ലൊരു അതിശയത്തിൽ തന്നെ ചോദിച്ചു. നില, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മോളിന്ന് ശ്രീയമ്മയുടെ കൂടെ കിടക്കണം. വേറൊന്നും കൊണ്ടല്ല അമ്മ പറയുന്നത്, മോൾക്കറിയാലോ. ഉണ്ണിക്കുട്ടനെ എടുത്തിയാടി തീരുമാനിച്ച ഈ വിവാഹം. സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഞാനും അതിന് കൂട്ടുനിന്നു. മോളോട് അനുവാദം ചോദിക്കാതെയാ എല്ലാം കഴിഞ്ഞതേ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. മോളുടെ കാര്യം പോട്ടേന്ന് വെക്കാം, കാരണം നിങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്നവരാ. പക്ഷേ മോളുടെ വീട്ടിൽ അമ്മയോടും മുത്തശ്ശനോടൊക്കെ നമുക്ക് കാര്യം പറയണ്ടേ? മോള് പറഞ്ഞ പോലെ നമുക്ക് അവിടെ അനുഗ്രഹം വാങ്ങണ്ടേ? മോളുടെ അമ്മയ്ക്ക് മുന്നിൽ അനുഗ്രഹം വാങ്ങാൻ നിൽക്കുമ്പോൾ മോൾ ഇപ്പോൾ ഉള്ള പോലെ തന്നെ ആയിരിക്കണമെന്നില്ല. ഇല്ലെങ്കിൽ ഒരമ്മയെപ്പോലെ ഞാൻ നിന്റെ കൂടെ നടന്നതിന് അർത്ഥമില്ലാതെയാവും. ഭദ്രയെന്ന നിന്റെ അമ്മയെ അറിയാതെ ഇത്രയും വലിയ വിവാഹം നടത്തിയാൽ പോരാഞ്ഞ് നിന്നെ എൻ്റെ മകൻ്റെ മുറിയിലേക്ക് അയക്കൂടി ചെയ്യുന്നത് നിന്റെ അമ്മയോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാ മോള്. ആ അമ്മ ഇത്രയും കാലം നിന്നെ പൊതിഞ്ഞ കത്തതിന് അർത്ഥമില്ലാതാവുന്നില്ല. മോൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്നാലും നീ ഉണ്ണിക്കുട്ടിനെ ഒന്നാവേണ്ടവർ തന്നെയാ. നിങ്ങൾ എത്രയും പെട്ടെന്ന് തറവാട്ടിലേക്ക് പോകണം. എല്ലാവരെയും കണ്ട് സംസാരിച്ച് തിരികെ വരണം. പറ്റിയ നാളെ തന്നെ. എന്താ? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.